വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഇന്ന് വായനാ ദിനം. വായിച്ചും എഴുതിയും കൊതി തീർന്നില്ല. രോഗക്കിടക്കയിലും വായനയെയും എഴുത്തിനെയും ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ. വായന എന്ന വാക്കിന് 3 അക്ഷരം മാത്രമല്ല, മറ്റൊരർത്ഥവും മാനവും കൈവന്ന കാലഘട്ടമാണിത്. വായന എന്നാൽ പുസ്തകം എന്ന് മാത്രം കേട്ടിരുന്ന കാലത്ത് നിന്ന് ഡിജിറ്റൽ വായനയിലേക്ക് അതിവേഗം എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും. എന്നാലും പുസ്തകം വാങ്ങിയും വായിച്ചും സൂക്ഷിച്ചു വെക്കുന്നതിന്റെ സന്തോഷം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ജീവിത പ്രതിസന്ധികൾക്കിടയിലും പുസ്തകങ്ങളെയും വായനയെയും ചേർത്ത് പിടിക്കുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുമല ജയനഗർ സ്വദേശി SRK പിള്ള എന്ന S രാമചന്ദ്രൻ പിള്ള. വാർദ്ധക്യത്തെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും വായനയും എഴുത്തും മുടക്കാൻ SRK തയ്യാറല്ല. 95-ാം വയസ്സിലും 100-ന്റെ മികവുള്ള ചന്ദനഹള്ളി ഭഗവതി എന്ന ഇതിഹാസ നോവൽ വിവിധ ഭാഷകളിൽ തയ്യാറാക്കി ഇറക്കുന്നതിനുള്ള ശുഷ്കാന്തി പുതുതലമുറയ്ക്ക് പോലും കഴിയാത്തതാണ്. മറ്റുള്ളവർക്ക് ഏറെ പ്രചോദനമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. പമ്പുകളിലെ ശുചിമുറി ഇനി പൊതുമുതലല്ല. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റ് പൊതു ഉപയോഗത്തിനുള്ളതല്ലെന്ന് ഹൈക്കോടതി. എല്ലാവർക്കും തുറന്നു നൽകണമെന്ന് സർക്കാരിന് നിർബന്ധിക്കാനുമാകില്ല. ജസ്റ്റിസ് CS ഡയസിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഏറ്റവും അധികം വിഷമിക്കുന്നത് സാധാരണക്കാരാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. ദൂരയാത്ര പോകുന്നവർ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് പെട്രോൾ പമ്പുകളും ഹോട്ടലുകളുമാണ്. അതും ശുചിത്വത്തിന്റെ പേരിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റ് ആണ്. ഇനി ഇതിനെതിരെ എന്ത് നടപടിയാണ് ഈ സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം. വിമാന ദുരന്തം അട്ടിമറിയാണോ എന്ന സംശയത്തിൽ അന്വേഷണ സംഘം. 270 പേർ ചാരമായ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ അന്വേഷണ സംഘം മെയിന്റനൻസ്, ഗ്രൗണ്ട് ഹാൻഡലിംഗ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. വോട്ടർ ID കാർഡ് ഇനി 15 ദിവസത്തിനുള്ളിൽ ലഭിക്കും. വോട്ടർ പട്ടികയിൽ പേര് പുതുക്കി 15 ദിവസത്തിനുള്ളിൽ ഇനി വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡുകൾ ലഭിക്കും. വോട്ടർമാരുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ വോട്ടർമാർക്ക് വേഗത്തിൽ വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പ്രവർത്തന മാനദണ്ഡം അവതരിപ്പിച്ചു. ബാലരാമപുരം കൊലപാതകത്തിൽ വഴിത്തിരിവ്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ മൊഴിമാറ്റി കേസിലെ പ്രതി. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണെന്നാണ് കേസിൽ പ്രതിയായ ദേവേന്ദുവിന്റെ അമ്മാവൻ ഹരികുമാറിന്റെ പുതിയ മൊഴി. ഹരികുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വയനാട് പുഞ്ചവയലിൽ കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മരിച്ചത് അശ്വതി വീട്ടിൽ ജിജേഷ്. ഭാര്യ ദിഷയ്ക്കും ഷോക്കേറ്റു. ഇന്നലെ കോഴിഫാമിൽ ലൈറ്റ് ഇടാൻ എത്തിയപ്പോഴാണ് ഷോക്കേറ്റത്. രാജ്ഭവനിലെ പരിപാടിയിൽ വീണ്ടും ഇറങ്ങിപ്പോക്ക്. രാജ്ഭവനിൽ വീണ്ടും ഭാരതാംബ വിവാദം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ചിത്രം വെക്കില്ല എന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. ഇതോടെ പരിപാടിയിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോകുകയായിരുന്നു. പിന്നാലെ മന്ത്രിയുടെ ബഹിഷ്കരണത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തി. കാട്ടാനാക്രമണത്തിൽ വീണ്ടും മരണം. പാലക്കാട് പുതുപ്പരിയാരത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. കാട്ടാനാക്രമണത്തിൽ കുമാരന്റെ വാരിയെല്ലിനും നട്ടെല്ലിനും കഴുത്തെല്ലിനും പൊട്ടലുണ്ടായി. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇനി പേടിക്കാതെ മീൻ കഴിക്കാം. കൊച്ചി കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിൽ നിന്ന് രാസവസ്തുക്കൾ കടലിൽ കലർന്നിട്ടില്ലെന്ന് കുംഫോസ് പഠനം. മത്സ്യസമ്പത്ത് നിലവിൽ സുരക്ഷിതമാണെന്നും മീനുകൾ കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും കേരള മത്സ്യ സമുദ്ര പഠന സർവകലാശാല നടത്തിയ പ്രാഥമിക പഠന റിപ്പോർട്ട് പറയുന്നു. നിലമ്പൂരിൽ ആവേശഭരിതമായ മത്സരത്തിനൊടുവിൽ പോളിംഗ് പൂർത്തിയായി. ഇനി കാത്തിരിപ്പിന്റെ 4 ദിനങ്ങൾ. കായിക ലോകം. ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കം.
ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനായി നാളെ ലീഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന ആശങ്ക 11-ൽ ഏതൊക്കെ പേസർമാരെ കളിപ്പിക്കണമെന്നതാണ്. നിലവിൽ ജസ്പ്രീത് ബുംറ മാത്രമാണ് ടീമിൽ സ്ഥാനമുറപ്പുള്ള ഏക പേസർ. ബുംറയ്ക്കൊപ്പം ന്യൂ ബോൾ കൈകാര്യം ചെയ്യാനും മധ്യ ഓവറുകളിൽ പന്തെറിയാനും കുറഞ്ഞത് 2 പേസർമാരെങ്കിലും നിർബന്ധമാണ്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. സാധാരണ വയൽ പ്രദേശങ്ങളിലും നീർവാഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് കീഴാർനെല്ലി. ഉദര രോഗങ്ങളെ ചെറുക്കുന്ന കാര്യത്തിൽ ഏറെ ഗുണങ്ങളാണ് നൽകുന്നത്. പാലിലോ നാളികേര പാലിലോ കീഴാർനെല്ലി സമൂലം അരച്ചു ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നീര് ദിവസത്തിൽ 2-3 തവണ കഴിക്കുന്നതിലൂടെ കരൾ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനും എല്ലാം തന്നെ ഗുണകരമാണ്. കീഴാർനെല്ലിയിലൂടെ കരളിന്റെ പ്രവർത്തനത്തെ ഏറെ ശക്തിപ്പെടുത്താനും സാധിക്കുന്നു. കീഴാർനെല്ലി ഔഷധമായി മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കും. മഞ്ഞപ്പിത്തത്തെ കുറയ്ക്കുവാൻ കീഴാർനെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ, ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കൾക്ക് സാധിക്കുന്നു. അതോടൊപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ശൈത്യഗുണമുള്ളത് കൊണ്ട് തന്നെ ഇവ ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കാം. കീഴാർനെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ ഉത്തമമാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.